പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രശ്നകലുഷിതമായ ലോകത്തിൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സേവിപ്പാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ ഗവേഷണ ഫലങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയായിരുന്നു. തൻ്റെ വീട്ടിലെ ജോലിക്കാരോട് പോലും തൻ്റെ കണ്ടെത്തലുകളെപ്പറ്റി അദ്ദേഹം വിവരിച്ചു പറഞ്ഞിരുന്നു. ദൈവഭക്തിയായ ജോലിക്കാരിയാകട്ടെ തൻ്റെ യജമാനൻ യേശുക്രിസ്തുവിനെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു പോന്നു. ഒരു ദിവസം ശാസ്ത്രജ്ഞൻ ജോലിക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകുവാനുള്ള ജ്ഞാനം തനിക്ക് നൽകണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്കൊരു വാക്യം കടന്നു വന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഈ വാക്യം അവൾ ശാസ്ത്രജ്ഞനുമായി പങ്കുവച്ചു. അദ്ദേഹം വാക്യം ഓർമ്മയിൽ സൂക്ഷിച്ചു. അടുത്ത ദിവസം വലിയ അപകടത്തിൽപ്പെട്ട ഒരാളുടെ ആത്മകഥ അദ്ദേഹം വായിക്കുകയായിരുന്നു. ആ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് അയാളുടെ കണ്ണുടക്കി. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ശാസ്ത്രജ്ഞൻ തൻ്റെ ജോലിക്കാരിയുടെ വാക്കുകൾ ഓർമ്മിച്ചു. ഒരു ദിവസം ശാസ്ത്രജ്ഞൻ സുഹൃത്തിൻ്റെ ഭവനം സന്ദർശിച്ചു. അവിടെ മേശപ്പുറത്ത് തുറന്നു വച്ചിരുന്ന ബൈബിളിൽ അടിവരയിട്ടിരിക്കുന്ന ഭാഗം ശാസ്ത്രജ്ഞൻ വായിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവാത്മാവ് തന്നോട് സംസാരിക്കുന്നതാണ് ഈ വാക്കുകളെന്ന് ശാസ്ത്രജ്ഞന് ബോധ്യമായി. അവൻ തന്നെത്താൻ താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം തൻ്റെ യജമാനായ ശാസ്ത്രജ്ഞനോട് പങ്കുവച്ച ഒരു സാധാരണക്കാരിയ സ്ത്രീയെക്കുറിച്ചാണ് നമ്മുടെ വായിച്ചത്. അപ്പോൾ തന്നെ ആ ശാസ്ത്രജ്ഞൻ ദൈവസന്ദർശനം തിരിച്ചറിയുകയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടതും ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ ആരംഭിച്ചതും നമ്മൾ വായിക്കുകയുണ്ടായല്ലോ. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുക എന്നുള്ളതാണ് തൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ദൈവിക ഉദ്ദേശം. അത് സഭയിലുള്ള എല്ലാവരും, പ്രത്യേകമായി ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചവർ മാത്രമല്ല, എല്ലാ ദൈവമക്കളുടെയും കടമയാണ് കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കിടുക. എഫെസ് ലേഖനത്തിൽ നിന്നുമാണ് ഇന്ന് നമ്മുടെ വചനചിന്ത. 1-ാം അധ്യായം 4-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണ് ഇന്ന് ചെറിയ ഒരു വചനചിന്തയ്ക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും ദൈവഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. സഭ എന്ന ദൈവമർമ്മത്തെക്കുറിച്ച് അപ്പോസ്തലൻ എഫെസ് ലേഖനത്തിൽ പ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പെന്തക്കോസ്ത് നാളിൽ അല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് തിരുഹൃദയത്തിലുണ്ടായിരുന്നു എന്നും സഭ എന്ന മർമ്മം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിത്തീരണമെന്നുള്ള ദൈവത്തിൻ്റെ യുഗപരമായ കാര്യപരിപാടിയുടെ കൃത്യമായ രേഖപ്പെടുത്തലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കുക. അതോടൊപ്പം തന്നെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ലീഡർഷിപ്പ് ഗിഫ്റ്റ്സ്, നേതൃത്വപരമായ സ്ഥാനത്തിരിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രത്യേക വരങ്ങൾ എന്തിന് എന്ന് 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വചനത്തിൽ ലേഖനങ്ങളിൽ പ്രത്യേകമായി സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വിവിധ കൃപാവരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ
നേതൃത്വ നിരയിൽ ദൈവം ആക്കിയിരിക്കുന്ന ശുശ്രൂഷ വൃന്ദത്തെയും അവർക്ക് അങ്ങനെയുള്ള നേതൃത്വ വരങ്ങൾ, ശുശ്രൂഷകൾ ദൈവം എന്തിനാണ് നൽകിയിരിക്കുന്നത്, അതിന് പരമമായ ഉദ്ദേശം എന്താണെന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. 5 വിധ ശുശ്രൂഷകൾ. ചിലരുടെ പക്ഷെങ്കിൽ 4 പറയാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇടയനും ഉപദേഷ്ടാവും ചേർത്ത് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആദ്യം മുതൽ ചിന്തിച്ചാൽ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, ഇങ്ങനെയുള്ള 5 ശുശ്രൂഷ ഞാൻ ഓർപ്പിച്ച പോലെ, അല്ലെങ്കിൽ 4 ശുശ്രൂഷ. ഇങ്ങനെയുള്ള ശുശ്രൂഷ വൃന്ദത്തെ ദൈവം ആക്കിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം താഴെ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ സുവ്യക്തമായും 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണല്ലോ. ആൻഡ് ഹി ഹിംസെൽഫ് ഗേവ് സം ടു ബി അപ്പോസ്റ്റൽസ്, സം പ്രോഫറ്റ്സ്, സം ഇവാഞ്ചലിസ്റ്റ്, ആൻഡ് സം പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഫോർ ദ എക്വിപ്പിംഗ് ഓഫ് ദ സെയിൻസ്, ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 5 വിധ ശുശ്രൂഷ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അവരെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളർത്തിയെടുക്കുവാൻ. അപ്പോൾ ദൈവസഭയെ മുഴുവനും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക. അതിനുവേണ്ടിയാണ് 5 വിധ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ടു എക്വിപ്പ് ദ സെയിൻസ് ഫോർ ദ വർക്ക്സ് ഓഫ് മിനിസ്ട്രി എന്ന കർത്താവിൻ്റെ മഹനീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനത്തെ എല്ലാവരെയും, സകല ദൈവമക്കളെയും ഒരുക്കിയെടുക്കുക, എക്വിപ്പ് ചെയ്യുക, ആത്മീയ വളർച്ചയിലേക്ക് അവരെ വളർത്തിയെടുക്കുക. അപ്പോൾ അവർ ആത്മീയ വളർച്ചയിലേക്ക് അവരെ എത്തിച്ചേരുമ്പോൾ അവരിലൂടെ നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദ എൻറ്റയർ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ശരീരമെന്ന സഭ മുഴുവനും ആത്മീയ വളർച്ച പ്രാപിക്കുകയും അങ്ങനെ ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിലൂടെ കർത്താവിൻ്റെ ശരീരമെന്ന സഭ ഐക്യതയിലും വളർച്ചയിലും പക്വതയിലും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ, ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തോട് നാം ഏകീഭവിക്കുന്ന അനുഭവത്തോട് എത്തിച്ചേരേണ്ടതിനും ആകുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവസഭയിലുള്ള സകല ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി അവരെല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കായിത്തീരണം. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഭാഗവാക്കായിത്തീരുകയും സഭയ്ക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുകയും ചെയ്യണം. ഇന്ന് നമുക്ക് വളരെ ദുഃഖകരമായൊരു കാര്യം, പൂർണ്ണസമയം കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ശുശ്രൂഷ വൃന്ദം, അവരിൽ ആത്മശുശ്രൂഷകൾ, അവരാണ് സുശേഷ വേല ചെയ്യേണ്ടത്, അവരാണ് ശുശ്രൂഷകൾ ചെയ്യുവാൻ നിയുക്തരായിരിക്കുന്ന ദൈവം ആക്കപ്പെട്ടിരിക്കുന്നവർ. അപ്പോൾ അവർ ശുശ്രൂഷ ചെയ്യുന്നു, ദൈവമക്കൾ അത് സ്വീകരിക്കുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണ പരക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷിപ്പാൻ ഒരു കൂട്ടം ആൾക്കാരും ശുശ്രൂഷ സ്വീകരിപ്പാൻ ഒരു കൂട്ടം ആൾക്കാരും. ഇന്ന് സഭയിൽ ക്ലർജി എന്നോ ലെയ്റ്റി എന്നോ പറയുന്ന സാധാരണ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ശുശ്രൂഷ ബന്ധവും അല്ലെങ്കിൽ ശുശ്രൂഷ സ്വീകരിക്കുന്ന ദൈവമക്കളും. സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ രാജകീയ പുരോഹിത വർഗമാണ്. അവർക്കൊരു ആത്മീയ ശുശ്രൂഷയുണ്ട്. മുൻപ് ഒരു എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചു, കട്ടകളുടെ കൂട്ടം കെട്ടിടമല്ല, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ജീവനുള്ള കല്ലുകളായി ഓരോ വിശ്വാസിയെയും ഓരോ വ്യക്തിയെയും ആത്മസൗധത്തിൽ വെച്ച് പണിതെടുക്കുകയാണ്. അപ്പോൾ എല്ലാ കല്ലുകൾക്കും ഒരു ശുശ്രൂഷയുണ്ട്, അവർക്കൊരു ഇരിപ്പിടമുണ്ട്, അവരെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുണ്ട്, അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വരങ്ങളുണ്ട്. അത് നിശ്ചയമായും നിർവഹിപ്പാൻ എല്ലാ ദൈവമക്കൾക്കും പ്രതിജ്ഞാബദ്ധതയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ ശുശ്രൂഷ സ്വീകരിപ്പാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. സഭയിൽ പോയി പങ്കെടുക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നു. ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം താലാക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു വൃന്ദമുണ്ട് എന്ന ആ തെറ്റിദ്ധാരണ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റുക. പൂർണ്ണസമയം വേർതിരിക്കപ്പെട്ടവരുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സഭയിലുള്ള സകല ദൈവമക്കളെയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക. അതിലൂടെ ആത്മീയ വളർച്ചയുള്ള ഒരു സഭയെ,
ആത്മീയ പക്വതയിലേക്കും വളർച്ചയിലേക്കും എത്തിയ മച്യൂരിറ്റിയുള്ള, യൂണിറ്റിയുള്ള, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സഭയെ വാർത്തെടുക്കുക. അങ്ങനെ ഈ പ്രത്യേകമായി ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം ലീഡർഷിപ്പ് ഗിഫ്റ്റ്സ് കൊടുത്തിരിക്കുന്നവരും, അതായത് നേതൃസ്ഥാനത്ത് നിന്ന് ദൈവിക വരം ഉപയോഗിക്കുന്ന, ഞാനിവിടെ ഉറപ്പിച്ച 5 വിധ ശുശ്രൂഷക്കാരും അവരുടെ ശുശ്രൂഷയിലൂടെ ഒരുക്കപ്പെട്ടു വരുന്ന സകല ദൈവമക്കളും സംയുക്തമായി ക്രിസ്തുവിൻ്റെ ശരീരമെന്ന രീതിയിൽ ആത്മീയ വളർച്ച പ്രാപിക്കുകയും മാത്രമല്ല ക്രിസ്തുവിൽ ഐക്യരൂപം ഉള്ളവരായി ക്രിസ്തുവിൽ മച്യൂരിറ്റി അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലേക്ക് എത്തിച്ചേരുകയും യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവിക കാര്യപരിപാടിയാണ് ഈ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളോട് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമത്തിന് മക്കളെ, എ പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ് ഇസ് എ മിഷണറി, എ പേഴ്സൺ വിത്തൗട്ട് ക്രൈസ്റ്റ് ഇസ് എ മിഷൻ ഫീൽഡ് എന്ന് ഒരിക്കൽ ദൈവഭക്തൻ പറഞ്ഞു. യേശുവിനോട് കൂടെ ജീവിക്കുന്ന എല്ലാവരും ഒരു മിഷണറിയാണ്. അവർക്കൊരു ശുശ്രൂഷയുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ഇതുവരെയും കർത്താവിൻ എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിന് മനസ്സ് വെക്കണം. കർത്താവ് ശുശ്രൂഷ തന്നു, ഏതെങ്കിലും ഒരു വരം തന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഏതെങ്കിലുമൊക്കെ കാരണത്താൽ മനസ്സിൽ തിക്താനുഭവങ്ങളോ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ട് ആ ശുശ്രൂഷ ഇന്ന് നിർവഹിക്കപ്പെടാതെ അത് ചാരം മൂടിക്കിടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ തിക്താനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഞാനൊരു സാധാ വിശ്വാസിയായി ഒരു പ്രതിസന്ധിക്കും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി ഒതുങ്ങി പാർക്കുന്നൊരു വ്യക്തിത്വമാണെങ്കിൽ, ഇന്ന് ഈ പകൽ ദൈവം നിങ്ങൾക്ക് തന്ന ആ കൃപാവരത്തെ ജ്വലിപ്പിക്കുവാനും പരിജ്ഞാനത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷ നിർവഹിപ്പാനും കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 വിധ ശുശ്രൂഷ ലീഡർഷിപ്പ് ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ പ്രത്യേകമായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ 5 വിധ ശുശ്രൂഷ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവസഭയെ മുഴുവനും കർത്താവിനെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുകയും മുഴുവൻ സഭയും ആത്മീയ വളർച്ചയിലേക്ക് വരികയും പ്രത്യേകമായി ഐക്യതയിലും പക്വതയിലും, ആത്മീയ പക്വത മച്യൂരിറ്റി പെർഫെക്റ്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക്, ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് ഏകീഭവിച്ചു വരുവാൻ, അങ്ങനെ സഭയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അങ്ങനൊരു സഭയാണ് അജയ്യമായ സഭ. അവർക്ക് ഈ ഭൂമിയിൽ വലിയൊരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. എൻ്റയർ ബോഡി ഓഫ് ക്രൈസ്റ്റ്, മുഴു സഭയ്ക്കും ഒരു ശുശ്രൂഷയുടെ കർത്തവ്യമുണ്ട്. അത് ആർക്കെങ്കിലും മാറ്റിവെച്ച് ഒരു കൂട്ടർ മാറി നിൽക്കുവാൻ വചനം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ, നമ്മുടെ ഹൃദയവദനായി ഒരുക്കപ്പെടാം, ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ഈ വിശാലമായ ലോകത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതികൾ നിർവഹിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന ബോധ്യത്തോടെ ഇന്ന് രാവിലെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ.